അടുത്ത 5 കൊല്ലം ആര് ഭരിക്കും? LDF ഭരിക്കുമോ, അതോ UDF ഭരിക്കുമോ, അതോ NDA BJP ഭരിക്കുമോ എന്നതിനൊക്കെ ഉള്ളൊരു ഉത്തരം വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട്, ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം LDF ഭരിക്കണോ, UDF ഭരിക്കണോ അതോ BJP ഭരിക്കണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വീഡിയോ വയ്ക്കാം. രാധാ ബുള്ളറ്റ് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനു മുമ്പും പ്രവചനം നടത്തിയിട്ടുണ്ട്, അത് കറക്റ്റ് സത്യമായിട്ടുണ്ട് 100% എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും പുള്ളിയുടെ ഒരു പ്രവചനത്തിൻ്റെ വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇവിടെ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് പോളിൻ്റെ അത് ഞാൻ ഇവിടെ വായിക്കാം. പിന്നെ ആര് ഭരിച്ചാലും ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഇന്ന് കണ്ട മുസ്ലിം ലീഗ് 51 പേർക്കാണ് 51 വീടുകളാണ് മുസ്ലിം ലീഗ് 8 മാസം കൊണ്ട് പണി കഴിപ്പിച്ച് മുണ്ടക്കയിൽ ചൂരമരയിൽ ദുരന്തത്തിൽ ഒരു സംഭവം ഉണ്ടായില്ലേ, ആ ഒരു സംഭവത്തിൽ പെട്ട ആളുകൾക്ക് 51 വീടുകളാണ് ഇന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആര് ഭരിച്ചാലും അങ്ങനെയുള്ള ആളുകൾ ഭരണത്തിലേക്ക് വരണം. ജനങ്ങൾക്ക് വല്ല ഉപകാരപ്പെടുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വേണം ഭരണത്തിലേക്ക് വരാൻ. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ടിട്ട് ഉപകാരം ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് സമയത്തും എവിടെ എന്ത് സംഭവിക്കാം. അപ്പം അവിടെയൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കൈത്താങ്, ഭരിക്കുന്ന ആളുകളുടെ ഒരു സഹായമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ഭരണത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകൾക്കും കുരു പൊട്ടും. ചിലപ്പോൾ ഈ എക്സിറ്റ് പോൾ കേൾക്കുമ്പം തന്നെ പല ആളുകൾക്കും കുരു പൊട്ടും. എന്തായാലും ഞാൻ അതിനുമുമ്പ് രാധാ ബുള്ളറ്റിൻ്റെ ആ ഒരു പ്രവചനം ഞാൻ ഇവിടെ നിന്ന് വെക്കാം, അത് നിങ്ങളൊന്ന് കണ്ടുപോകെ. ഞങ്ങൾ താങ്കളെ കാണാൻ വേണ്ടി വന്നത് ഇതിലും മുമ്പേ താങ്കൾ പല ഇലക്ഷനുകളുടെ അഭിപ്രായങ്ങളും വിജയസാധ്യതകളെക്കുറിച്ചും പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം തന്നെ വളരെയധികം ശരിയായി എന്ന് പല വ്യക്തികളും പറഞ്ഞതിൻ്റെ പേരിലാണ് താങ്കളെ സമീപിക്കുന്ന ഞങ്ങൾ തയ്യാറായത്. അപ്പോൾ ഇതിനു മുമ്പേ താങ്കൾ നടത്തിയ ഏത് മണ്ഡലത്തിലാണ് പ്രവചനം നടത്തിയത്? അതുകൂടാതെ ഇക്കൊല്ലം 2026 നടന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലം ഇലക്ഷൻ്റെ വളരെ ടൈറ്റാണ് എന്ന് എല്ലാ ജനങ്ങളും എല്ലാ വോട്ടർമാരും പറയുന്ന ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കുന്ന ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ വിജയ സാധ്യതകളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതിനു മുന്നേ തൃക്കാക്കര ഇലക്ഷന്റെ പ്രഖ്യാപനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ കറക്റ്റായിരുന്നു. 6 വോട്ടിന്റെ ഡിഫറൻസാണ് ഉണ്ടായിരുന്നത്. തൃക്കാക്കര ഇലക്ഷന് ഉമാ തോമസും ജോർജ് ജോസഫുമാണ് മത്സരിക്കുന്നത്. ഉമാ തോമസ് UDFനും ജോർജ് ജോസഫ് LDFനായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ഉമാ തോമസ് 25,010 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ 25,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് വിജയിച്ചത്. 6 വോട്ടിന്റെ ഡിഫറൻസ് മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോ ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് PK ശശിധരനാണ്. LDFന്റെ പ്രേംകുമാറും BJPയുടെ മേജർ രവി. ഇവിടെ 11,665 വോട്ട് ഭൂരിപക്ഷത്തിൽ PK ശശിധരൻ വിജയിക്കും. മെയ് 4 റിസൾട്ട് വരുമ്പോ അത് എന്റെ പ്രവചനം നല്ലൊരു പ്രവചനമായിരിക്കും. PK ശശിധരൻ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. 100%. എനിക്ക് കണക്ക് പിഴക്കാറില്ല. UDFന് ഇവിടെ 108 സീറ്റ് കിട്ടും. 100% ഉറപ്പാണ്. എനിക്ക് കണക്ക് പിഴക്കാറില്ല. ഓക്കെ, അപ്പോൾ ഈ ചങ്ങാതി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ UDFന് 108 സീറ്റോട് കൂടി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ചങ്ങായി ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇങ്ങാര് മുമ്പേ പ്രവചിച്ചൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇയാളെ പ്രവചനം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇയാൾ പറയുന്നത് അച്ചട്ടാണെന്ന് മുമ്പേ കണ്ടിട്ടുള്ള ആളുകൾ, അനുഭവമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല പുള്ളി പറയുന്നത് PK ശശി ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും നല്ല ആളുകൾ ഭരണത്തിലേക്ക് വരട്ടെ എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എക്സിറ്റ് പോളിൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിസൾട്ട് ഞാനിവിടെ വായിക്കാം. ആര് ഭരണത്തിൽ വരുമെന്ന് ഈ എക്സിറ്റ് പോളിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇത് കേട്ടിട്ട് ചിലപ്പം പല ആളുകൾക്കും കുരു പൊട്ടുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്.
കുരുപൊട്ടിക്കോട്ടെ. ഇപ്പോൾ എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, മനസ്സിലായോ? ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇത് ഈ റിസൾട്ട് ചിലപ്പം ഈ സീറ്റ് അവിടെ ഇത്ര സീറ്റേ ഉള്ളൂ, ഇവിടെ ഇത്ര സീറ്റേ ഉള്ളൂ. ഇതിന് മുമ്പ് ഇട്ട എക്സിറ്റ് ഫലത്തിനകത്തൊക്കെ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അവിടെ എന്താ ഇത്ര സീറ്റ്, ഇവിടെ എന്താ, അതൊക്കെ അവിടുത്തെ ഭരണത്തിൻ്റെ ഇത് നേട്ടം കൊണ്ടാണ് അത്ര സീറ്റ് കിട്ടുന്നത്. അതായത് മനസ്സിലാക്കുക. അവിടെ ഭരണം ദുരന്തമാണെങ്കിൽ ആരെങ്കിലും ജനങ്ങൾ വോട്ട് കൊടുക്കുമോ? അതുകൊണ്ടാണ് അവിടെ സീറ്റ് കുറയുന്നത്. സീറ്റ് കിട്ടണമെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കണം, അല്ലാതെ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ കാസർഗോഡ് 5 സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. 5 സീറ്റിൽ LDF 3 സീറ്റുമായി അവിടെ മുൻപിൽ നിൽപ്പുണ്ട്. UDF 2 സീറ്റ് അവിടെ നേടിയിട്ടുണ്ട്. NDAക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂർ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റിൽ LDFന് 7 സീറ്റുകളുമായിട്ട് മുൻപിൽ നിൽപ്പുണ്ട്. UDF 4 സീറ്റുകളുമായിട്ട് തൊട്ട് പുറകെ തന്നെ ഉണ്ട്. NDAക്ക് അവിടെ സീറ്റേ ഇല്ല. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് മൊത്തത്തിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ LDF 6 സീറ്റും UDFന് 7 സീറ്റുമാണ്. UDF ആണ് അവിടെ മുൻപിൽ നിൽക്കുന്നത്. NDAക്കോ മറ്റ് ടീംസിനോ അവിടെ സീറ്റുകളേ ഇല്ല. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് 16 സീറ്റുകളാണ് അവിടെ ഉള്ളത്. 16 സീറ്റിൽ LDFന് 4ഉം UDFന് 12 സീറ്റുമാണ് അവിടെ ഉള്ളത്. മലപ്പുറം UDFൻ്റെ ഒരു കുതിച്ചു കയറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 12 സീറ്റുകളുമാണ്. LDFന് വെറും 4 സീറ്റാണ് അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ. വൻ ഇടിവ് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ മലപ്പുറത്തെ ഭരണം, LDFൻ്റെ ഭരണം ദുരന്തം ആയതുകൊണ്ടായിരിക്കാം 4 സീറ്റുകളുമായിട്ട് LDF അവിടെ ഒതുങ്ങിപ്പോയത്. 12 സീറ്റാണ് UDF നേടിയിട്ടുള്ളത് 16 സീറ്റുകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലപ്പുറത്തെ ഭരണം എന്തുമാത്രം മോശമായതുകൊണ്ടാണ് അവിടെ LDF 4 സീറ്റ് കരസ്ഥമാക്കിയതും UDF 12 സീറ്റ് നേട്ടം കൈവരിച്ചതും എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റാണുള്ളത്. 13 സീറ്റിൽ LDFും UDFും കട്ടയ്ക്ക് തന്നെ 6 സീറ്റ് വീതം നേടിയിട്ടുണ്ട്. LDF 6, UDF 6. NDAക്ക് ഒരു സീറ്റ് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സുരേഷ് ഗോപിയെ കണ്ടിട്ടായിരിക്കാം പല ആളുകളും അവിടെ NDAക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? സുരേഷ് ഗോപിയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു NDA ഇപ്പം BJPയുടെ മറ്റു പ്രവർത്തകർ ഇപ്പം മറ്റേ തൃശ്ശൂരത്തെ വെടിക്കെട്ട് ദുരന്തം, അപ്പോൾ അതിന് കണ്ടില്ലേ സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരെ കയ്യിൽ നിന്നെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പം തന്നെ ഓരോ ആളുകൾക്കും 1 ലക്ഷം രൂപ വീതം മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് സുരേഷ് ഗോപി കൊടുക്കുമെന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് എറണാകുളത്ത് 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റിൽ LDF 6 സീറ്റും UDF 8 സീറ്റുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എക്സിറ്റ് പോളിനകത്ത് NDAക്ക് അവിടെ സീറ്റേ ഇല്ല. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ LDF 2 സീറ്റും UDF 3 സീറ്റും NDAക്ക് അവിടെ സീറ്റേ ഇല്ല. അപ്പം ഇടുക്കിയിൽ UDF ആണ് മുന്നിലിരിക്കുന്നത്. LDF 2 സീറ്റ് മാത്രമേ അവിടെ LDFന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അടുത്തത് കോട്ടയമാണ്. കോട്ടയത്തിലേക്ക് വരുമ്പോൾ 9 സീറ്റാണ് കോട്ടയത്തിലുള്ളത്. അപ്പോൾ ഈ കോട്ടയം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പല ആളുകൾക്കും കുരു പൊട്ടാറുണ്ട്. കോട്ടയത്ത് LDFന് എന്ത് 4 സീറ്റ് കിട്ടിയോളെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 4 സീറ്റ് തന്നെ 4 സീറ്റെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കോട്ടയംകാരോട് ചോദിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ട് UDF അവിടെ 5 സീറ്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നതിന്. അപ്പം 9 സീറ്റിൽ UDF 5 സീറ്റുമായിട്ട് മുന്നിൽ നിൽപ്പുണ്ട്. LDF തൊട്ട് പുറകെ 4 സീറ്റുമായിട്ട് അവിടെ LDF നിൽപ്പുണ്ട്. NDAക്ക് അവിടെ സീറ്റില്ല. അടുത്തത് ആലപ്പുഴയിൽ LDFൻ്റെ ഒരു കുതിച്ചു കയറ്റം തന്നെയാണ് കേട്ടോ. ആലപ്പുഴയിൽ 6 സീറ്റുമായിട്ടാണ് LDF മുൻപിൽ നിൽക്കുന്നത്. UDF 3 സീറ്റേ ഉള്ളൂ. NDAക്ക് അവിടെ സീറ്റില്ല. എനിക്കൊന്ന് UDFൻ്റെ ഭരണം അവിടെ ഭയങ്കര മോശമാണ് ആലപ്പുഴയിൽ. LDF 6 സീറ്റുമായിട്ട് അവിടെ 3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആലപ്പുഴയിലൊക്കെ LDF നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം, ഈ ഒരു റിസൾട്ടിലൂടെ തന്നെ. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ LDF 2 സീറ്റാണ്. UDF 3 സീറ്റുമായിട്ട് മുന്നിലാണ്. NDAക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്ക് 11 സീറ്റുകളിൽ LDF 6 സീറ്റും UDF 5 സീറ്റുമാണ്. അപ്പം LDFനാണ് കൊല്ലത്ത് നേട്ടം കൈവരിക്കാൻ 6 സീറ്റ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. UDFന് 5 സീറ്റ് മാത്രമേ
കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണെങ്കിൽ കൊല്ലത്ത് ഈ വട്ടം UDF ജയിക്കൂ. കാരണം ഇപ്പം മുകേഷിനെ മാറ്റിയിട്ടാണല്ലോ നിർത്തിയിരിക്കുന്നത്. അപ്പം കൊല്ലത്ത് ഈ വട്ടം മത്സരിക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്. കൃഷ്ണയ്ക്ക് എതിരാളി എന്ന് പറയാൻ LDFൻ്റെ എതിരാളി അത്ര പോരാ എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം ഇവിടെ UDFനാണ് ഒരു വിജയ സാധ്യത ഞാൻ കാണുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. കൊല്ലത്ത് ആര് LDFനായിരിക്കുമോ സീറ്റ് കൂടുതൽ, UDFനായിരിക്കുമോ സീറ്റ് കൂടുതൽ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്തത് പാലക്കാടാണ്. പാലക്കാട് 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റിൽ LDF 6 സീറ്റും UDF 5 സീറ്റും NDA 1 സീറ്റും. ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇവിടെ പാലക്കാട് ഇപ്പം പാലക്കാട് ഏറ്റവും കൂടുതൽ തിരിച്ചടി NDക്ക് ഒരു സീറ്റും കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കാരണം ശോഭാ സുരേന്ദ്രൻ്റെ അവസാനത്തെ ആ ഉടായ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയത് പൈസ കൊടുത്ത് വോട്ടർമാരെ പിടിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ വൻ തിരിച്ചടി കിട്ടാനാണ് സാധ്യത. കാരണം തൊട്ട് തലേന്നല്ല ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ പൈസ കൊടുത്തൊക്കെ, ഇനി ആരാണെങ്കിലും ഇവിടെ കുറ്റം പറയുമല്ലോ കേട്ടോ. ഇനി UDF ചെയ്താലും LDF ചെയ്താലും അതൊരു മോശം തന്നെയാണ്. പൈസ കൊടുത്ത് വോട്ടർമാരെ പിടിക്കുക, പിന്നെ കിട്ടുന്ന പൈസ മേടിച്ച് പോക്കറ്റിൽ വെക്കുക, എന്നിട്ട് അവരൊരു യുക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യുക, അത് വേറെ കാര്യം. കാരണം ഇതൊക്കെ 5 കൊല്ലത്തിലും 10 കൊല്ലത്തിലും കിട്ടുന്ന 5000, 10000 അല്ലെങ്കിൽ 1000 വോട്ട്, 500 ആണെങ്കിലും 5 കൊല്ലത്തിലും 10 കൊല്ലത്തിലും ഇടയ്ക്ക് കിട്ടുന്നതാണ്. അതിലേം തെറ്റ് പറയുന്നില്ല. ഇപ്പം ഇങ്ങനൊരു പൈസ കിട്ടുവാണെങ്കിൽ അത് മേടിച്ച് പോക്കറ്റിൽ വെക്കുക എന്നേ ഞാൻ പറയുന്നത്, അത് തെറ്റില്ല. പക്ഷേ പൈസ കൊടുത്ത് വോട്ടർമാരെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തെറ്റാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർക്കും തലയ്ക്ക് ചെളിമണ്ണാണ് അവിടെ. നമ്മളിപ്പോൾ പൈസ കൊടുത്തുന്നിരിക്കട്ടെ, പൈസ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവർ വോട്ട് ചെയ്യുമെന്ന് എന്താ ഉറപ്പ്? അവർ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരുമോ ഞാൻ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്? വീട്ടിൻ്റെ ആധാരം കൈ തരുമോ? എന്താ ഉറപ്പ്? അവർ പൈസയും മേടിച്ചിട്ട് അവിടെ ചെന്നിട്ട് മാറി കുത്തുവോ ഇല്ലയോ എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഈ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതാണ് ജനാധിപത്യം. അപ്പോൾ LDF എന്തായാലും അവിടെ 6 സീറ്റാണ് LDF കാണിക്കുന്നത്, UDFന് 5 സീറ്റ്. LDFന് 6 സീറ്റൊക്കെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഈ വട്ടം പിഷാരടിയാണ് അവിടെ ജയിക്കാൻ സാധ്യത. പാലക്കാട് അത് വൻ ഭൂരിപക്ഷത്തോടുകൂടി പിഷാരടി ജയിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാലക്കാടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത് തിരുവനന്തപുരത്ത് 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റിൽ LDF 5ഉം UDF 7ഉം NDA 2ഉം. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ. അപ്പം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ കുരുപൊട്ടി കമൻറ്റ് ചെയ്യുന്നവർ അങ്ങനെ തന്നെ കുരുപൊട്ടി കമൻറ്റ് ചെയ്യും. കഴിഞ്ഞ ഇതിനകത്തൊക്കെ ഞാൻ കണ്ട് കുറേ ആളുകൾ കുരുപൊട്ടി കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത്, അപ്പോൾ എല്ലാവരും ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.